അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഈ ഒരു ചാനലിൽ വീഡിയോ ഇട്ടിട്ട് കുറേ മാസങ്ങളായി കേട്ടോ. കാരണം എനിക്ക് പൊന്നിസ് വ്ളോഗ്സ് നോക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ചാനൽ എനിക്ക് നോക്കാനേ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്തപ്പോഴത്തേക്കും കുറച്ച് സമയം അങ്ങ് പോയി. അവിടെ തന്നെ BSNLൻ്റെ ബില്ലൊക്കെ അടക്കാൻ വേണ്ടിയിട്ടാണ് ഞാനും ഉമ്മയും പോയിട്ടുള്ളത്. ഉപ്പയാണെങ്കിൽ പണിക്ക് പോയി, പിന്നെ ഇത്താത്ത പഠിക്കാനും പോയി. അപ്പോൾ അതുകൊണ്ട് ഞാനും ഉമ്മയും മാത്രമേ പോയുള്ളൂ കേട്ടോ. ഉമ്മ ക്യാമറ കണ്ടപ്പോൾ തന്നെ ചിരിക്കുന്നുണ്ടേ. അപ്പോൾ ഇത് ഞാൻ വേനൽക്കാലത്ത് എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ പൊന്നിസ് വ്ളോഗ്സ് ഇപ്പോൾ നോക്കുന്നതുകൊണ്ട് എനിക്കിപ്പോൾ ഈ ഒരു വോയിസ് ഓവർ എടുക്കാനൊക്കെ കഴിയുന്നേ ഇല്ല. ഇപ്പോൾ ഉമ്മയാണ് കേട്ടോ വോയിസ് ഓവറൊക്കെ കൊടുക്കാൻ പഠിച്ചുകൊണ്ട് അതിന് ഇൻട്രസ്റ്റ് കൂടുതൽ കാണിക്കുന്ന ഉമ്മയാണ്. ഇപ്പം ഞാൻ അങ്ങനെ കൊടുക്കാറില്ല. ഞാൻ എടുക്കുന്ന ഇഷ്ടമുള്ള വീഡിയോ ആണെങ്കിൽ മാത്രമേ ഞാൻ കൊടുക്കാറുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഉമ്മയാണ് കേട്ടോ കൊടുക്കുന്നത്. ട്രിപ്പിൻ്റെയും കുക്കിങ്ങിൻ്റെയും ഒക്കെ ഉമ്മയാണ് കൊടുക്കുന്നത്. കുക്കിങ്ങിൻ്റെ എനിക്ക് അങ്ങനെ അറിയില്ലല്ലോ. അപ്പോൾ മഴക്കാലത്ത് എടുക്കുന്നെങ്കിൽ ഇപ്പോൾ മഴയൊക്കെ പെയ്യുന്നതായിരിക്കും നിങ്ങളിപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണുന്നുണ്ടാവുക. പക്ഷേ വേനൽക്കാലത്ത് എടുത്തുകൊണ്ട് നിങ്ങളിപ്പോൾ കാണുന്നത് വെയിലാണ് കേട്ടോ. തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ നിങ്ങളൊന്ന് ക്ഷമിക്കണേ. രാവിലത്തെ വീഡിയോ ഒന്നും നമുക്ക് എടുക്കാനേ പറ്റിയില്ല കേട്ടോ. അപ്പോൾ അവിടെ തന്നെ നമ്മൾ കയറിയപ്പോൾ തന്നെ BSNL നിന്ന് പൂട്ടിയിട്ടുണ്ടായിരുന്നു. അതെന്താണെന്നറിയില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ചമ്മിയിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ BSNLൻ്റെ ബില്ല് അടക്കാൻ പോയതാണെന്ന്. പിന്നെ എനിക്കിപ്പോൾ ഈ ഒരു സ്ഥലം കണ്ടപ്പോഴാണ് മനസ്സിലായത് കേട്ടോ. അപ്പോൾ ബില്ലൊന്നും നമ്മൾ അങ്ങനെ അടിച്ചില്ല. അപ്പോൾ നമ്മൾ ഷമ്മിയിട്ടാണ് വന്നത്. പിന്നെ അങ്ങനെ നമ്മൾ ആവശ്യമുള്ള സാധനങ്ങൾ കുളിസോപ്പൊക്കെ ഉണ്ടല്ലേ, അതൊക്കെ മേടിച്ചിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ടേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് സ്കൂളൊന്നുമില്ല, ഇന്ന് ശനിയാഴ്ചയാണല്ലോ. പക്ഷേ ഇന്ന് രണ്ടാം ശനിയാഴ്ചയാണോ നമുക്ക് അത്ര ഓർമ്മയുണ്ടായിരുന്നില്ലേ. എനിക്കിപ്പോൾ ഓർമ്മയില്ല ഗൈസ്. അപ്പോൾ ഞാനാണെങ്കിൽ ആകെ ടയർഡായിട്ടോ. ഞാൻ സിമ്പിൾ ലുക്കിലാണ് മുടി കെട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പം മുടിയൊക്കെ ചിക്ക് പിടിച്ചിട്ടുണ്ടാകും ഗൈസ്. കാരണം എന്താണെന്ന് വെച്ചാൽ കാറ്റ് മുടിയിൽ കൊള്ളുമ്പോൾ അപ്പം തന്നെ എൻ്റെ മുടി അങ്ങ് ചിക്ക് പിടിക്കും ഗൈസ്. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ സ്കൂള് അടുത്തെത്താനായിട്ടോ. ഞാൻ താണക്ക് ബസ് സ്റ്റോപ്പിൻ്റെ നേരെയുള്ള ഈ ഒരു സ്കൂളിലാണ് ഞാൻ പഠിക്കുന്നത്. TUP സ്കൂൾ മുഴത്തടം എന്നാണ് ആ സ്കൂളിൻ്റെ പേര്. അപ്പോൾ ഇത് ബ്ലോക്കാണ് കേട്ടോ. എല്ലാ വണ്ടികളും, ബസ്, കാറ്, സ്കൂട്ടി, ഓട്ടോറിക്ഷ എല്ലാം അങ്ങനെ നിർത്തിയിട്ടിരിക്കുകയാണ്. നേരെ പോകേണ്ടതും അതുപോലെ തന്നെ എന്താ പറയുക ലെഫ്റ്റിലോട്ടേക്ക് പോകേണ്ടതുമാണ് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളത്. സോറി, സിഗ്നൽ കത്തിയിട്ടുള്ളത്. ഇനി നമുക്ക് റൈറ്റിലോട്ടേക്കാണ് കേട്ടോ പോകേണ്ടത്. തെറ്റുകുറ്റങ്ങളുണ്ടാവും, അതൊക്കെ നിങ്ങൾ ക്ഷമിക്കണം. അപ്പം ഞാനെനിക്ക് ரொம்ப ടയേർഡായിരിക്കും കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ ഇപ്പോൾ പറയുന്നത് ആക്ഷൻ കാണിച്ചിട്ടേ. അപ്പോൾ ഇങ്ങനെ പോകുന്ന ടൈമൊന്നും നമ്മൾ വോയിസ് ഓവർ കൊടുക്കാതെ വേറെ ഒന്നും ചെയ്യരുത് കേട്ടോ. കാരണം എന്തായാലും യൂട്യൂബിലിടുമ്പോൾ കോപ്പി റൈറ്റ് അടിക്കും. അതെനിക്ക് നല്ലോണം എന്താ പറയുക തട്ടിയിട്ടുണ്ട്. കാരണം ഞാൻ ഇതേപോലെ കുറേ ഇടാൻ നോക്കും. അപ്പോൾ എനിക്കത് നല്ല രീതിയിൽ കോപ്പി റൈറ്റ് എന്ന് പറഞ്ഞ് YT സ്റ്റുഡിയോയിൽ കമൻറ്റ് വരും. സോറി, നോട്ടിഫിക്കേഷൻ വരും. സോറി, എന്താ പറയേണ്ടതെന്ന് തിരിയുന്നില്ല. നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഒക്കെ നമുക്ക് എന്താ പറയേണ്ടതെന്ന് മനസ്സിലാവും, അതായത് തിരിയും. പക്ഷേ വീഡിയോ എടുക്കുമ്പോൾ വോയിസ് ഓവർ എടുക്കുമ്പോൾ ഒന്നും ഉണ്ടാവില്ല ഗൈസ്. അപ്പോൾ ഒരു വണ്ടി അവിടെ നിന്ന് റിവേഴ്സ് അടിക്കാൻ കേട്ടോ. അതുകൊണ്ടാണ് കുറച്ച് വണ്ടികൾ ഇവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നത്. ബാക്കി എല്ലാവരും അപ്പുറത്തെ സൈഡിൽ നിന്ന് കൂളായിട്ട് ഇങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവസാനം വണ്ടി ഇങ്ങനെ തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. വണ്ടി പോകുന്നില്ല കേട്ടോ. ആളുടെ ബുദ്ധിയിൽ എങ്ങനെയൊക്കെയോ റിവേഴ്സ് അടിച്ചതേ, വണ്ടി എടുത്ത് അങ്ങ് പോവുകയാണ് കേട്ടോ. അപ്പോൾ പുരുഷനാണ് വണ്ടി ഓടിക്കുന്നത്. അപ്പം ഈ ഒരു സ്ഥലത്താണെങ്കിൽ വണ്ടി ഇങ്ങനെ കൂട്ടിയിടാം. അപ്പം ഞാൻ സ്കൂളിൽ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു വണ്ടികളുടെ ഇടയിലൂടെ ആയിരിക്കും നടന്ന് വരുന്നത് കേട്ടോ. പിന്നെ എനിക്ക് പരിചയമുള്ള ആൻറ്റിമാരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവരെൻ്റെ അടുത്ത് ചിരിക്കും. ഞാനും അങ്ങോട്ട് ചിരിച്ച് കാണിച്ചു കൊടുക്കും. അല്ലെങ്കിൽ എന്നെ ആദ്യം പഠിപ്പിച്ച സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സൊക്കെ ആ സ്കൂളിൽ രാവിലെ തന്നെ പഠിപ്പിക്കാൻ പോവുകയാണെങ്കിൽ ഞാൻ രാവിലെ തന്നെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് ഇങ്ങനെ അവർ ചിരിക്കും, ഞാനും അങ്ങോട്ട് ചിരിക്കും. അപ്പോൾ ഈ രണ്ട് സൈഡിൽ ഈ വളഞ്ഞ പോലെ ബോർഡ് വെച്ചുകൊണ്ട് തന്നെ ഈ വലിയ വണ്ടികൾ വരുമ്പോൾ നമ്മൾ നിർത്തിയിട്ടല്ലേ പറ്റത്തുള്ളൂ. എന്താ പറയേണ്ടതെന്ന് തിരിയുന്നില്ല ഗൈസ്. അതുകൊണ്ടാണ് നേരത്തെ ഞാൻ ബബ്ബ കളിച്ചേട്ടോ. ബബ്ബ മീൻസ് എന്താ പറയേണ്ടതെന്ന് തിരഞ്ഞ് കളിച്ചത്. അപ്പോൾ ഇവിടെ മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആയിരിക്കും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അങ്ങനെ ഇത് അവസാനം വീട് എത്താനായേ. ഇതൊക്കെ നമുക്ക് പരിചയമുള്ള സ്ഥലമാണ് കേട്ടോ. ഈ ഒരു ഭാഗത്ത് നമ്മൾ താമസിക്കുമ്പോൾ നമുക്ക് ഈ ഒരു സ്ഥലമൊക്കെ പരിചയം ഉണ്ടാവുമല്ലോ. അപ്പം നമ്മളിങ്ങനെ ഓട്ടോറിക്ഷയിൽ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ റേഷൻ പീടിയുണ്ട്, തുന്നൽ ഷോപ്പുണ്ട് കേട്ടോ. അവിടെയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.